ശരിക്കും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് കണ്ടോ? അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള അംഗനവാടി പെൻഷൻ അദ്ദേഹം വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. 34 കോടി രൂപയാണ് അതിന് അനുവദിച്ചേക്കുന്നത്. ശരിക്കും കൈയടിക്കേണ്ട കാര്യമല്ലേ? അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് ഒരു റിക്വസ്റ്റ് ഉള്ള എന്താണെന്ന് വെച്ചാൽ ഈ പ്രവാസി പെൻഷൻ മുടങ്ങിക്കിടക്കുന്നത് കൂടി ഒന്ന് കൊടുക്കാനുള്ള കനിവ് കാണിക്കണം എന്നാണ് പറയാനുള്ളത്. ഈ വാർത്ത ഒന്ന് കണ്ടു നോക്കൂ. സംസ്ഥാനത്ത് അങ്കണവാടി പെൻഷൻ വിതരണം ഇന്നു മുതൽ 3 മാസത്തെ പെൻഷനാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുക. കഴിഞ്ഞ സർക്കാർ വരുത്തിയ കുടിശ്ശിക ഉൾപ്പെടെയാണ് വിതരണം. അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം. അർച്ചന രവീന്ദ്രൻ, സുപ്രഭാതം. അങ്കണവാടി പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. 3 മാസത്തെ പെൻഷൻ, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കുടിശ്ശിക അടക്കം കൊടുക്കുകയാണ് വി.ഡി. സതീശൻ സർക്കാർ. എപ്പോൾ മുതൽ, എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? സുജി, അത് തന്നെയാണ്. ഓണക്കാലത്ത് അംഗനവാടി പെൻഷൻ ജീവനക്കാർക്ക് ആശ്വാസമാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഇന്നു മുതലാണ് ഈ ഒരു പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് എന്ന വിവരം മനസ്സിലാക്കാനും സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമായി നടന്ന ഒരു സംഭവമായിരുന്നു അംഗനവാടി ജീവനക്കാരുടെ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ കയറിയ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു അനുകൂലമായ തീരുമാനമടക്കം എടുത്തിരുന്നു. 2 ഘട്ടങ്ങളായി ഏകദേശം 34 കോടി രൂപയാണ് ഇതിനുമായി ബന്ധപ്പെട്ട് വകയിരുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്നാണ് ഇപ്പോൾ പെൻഷൻ അനുവദിക്കുന്നത് എന്ന വിവരം മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തായാലും ഇന്നു മുതൽ പെൻഷൻ ലഭിക്കും എന്ന വിവരം മനസ്സിലാക്കാനും സാധിക്കുന്നു. ഒപ്പം തന്നെ അതൊരു പ്രധാനപ്പെട്ട വിവരമാണ്. അങ്കണവാടി പെൻഷൻ വിതരണം ഇന്നു മുതൽ തുടങ്ങുകയാണ്. കുടിശ്ശികയടക്കം കൊടുക്കാൻ പോകുന്നു വി.ഡി. സതീശൻ സർക്കാർ.